ട്രിക്കി അക്കാഡമിയുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിൽ വരുന്ന ടോപ്പിക്കായ പോയ്സൺ ആക്ട് ആണ്. അപ്പോൾ പോയ്സൺ ആക്ട് നിലവിൽ വന്ന വർഷം, ഈ ഒരു ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഒരു വയലേഷൻ നടത്തിയാൽ കിട്ടാവുന്ന പെനാൽറ്റീസ് എന്തൊക്കെയാണ്, ഇത് ഇത്രയും കാര്യങ്ങൾ ചെറിയ ടോപ്പിക്കാണ്, നമുക്ക് നോക്കാം. സോ പോയ്സൺ ആക്ട് വർഷം അറിഞ്ഞിരിക്കുക 1919, ഒരു ഫാൻസി നമ്പർ പോലെ നമുക്ക് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ അല്ലേ. ദ പോയ്സൺ ആക്ട് 1919 വാസ് പാസ്ഡ് ഓൺ 3rd September, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒബ്ജക്റ്റീവ് കൺസോളിഡേറ്റിംഗ് ആൻഡ് അമെൻഡിങ് ദ ലോസ് റെഗുലേറ്റിംഗ് ദ ഇമ്പോർട്ട് പൊസിഷൻസ് ഫോർ സെയിൽ ആൻഡ് സെയിൽ ഓഫ് പോയ്സൺസ്. അതായത് പോയ്സൺസ് നമ്മളുടെ കൈവശം എത്ര വെക്കാൻ പറ്റും, എങ്ങനെ അതിൻ്റെ സെയിൽ ചെയ്യാൻ പറ്റും, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് പോയ്സൺ ആക്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ലോസ് റെഗുലേഷൻസും ഒക്കെ, അതാണ് പോയ്സൺ ആക്ട് 3rd September 1919. The Act of 1919 replaced the Poison Act of 1904. ആദ്യം ഉണ്ടായിരുന്നത് 1904 പോയ്സൺ ആക്ടിനെയാണ്. 1919 ഈ പോയ്സൺ ആക്ട് വന്നപ്പോൾ എന്ത് ചെയ്തത്, റീപ്ലേസ് ചെയ്യപ്പെട്ടത്. According to the Act, the central government has been empowered to regulate the import of poisons in India. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ഈ പോയ്സൺസിൻ്റെ ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്ന ഏതാണ്, സെൻട്രൽ ഗവൺമെൻറ്റിനാണ് അതിൻ്റെ പവർ ഉള്ളത്. ദേ ആർ എംപവേർഡ് ടു റെഗുലേറ്റ് ദ ഇമ്പോർട്ട് ഓഫ് പോയ്സൺസ് ഇൻ ടു ഇന്ത്യ ആൻഡ് ഇമ്പോർട്ട് ഈസ് പ്രൊഹിബിറ്റഡ് എക്സെപ്റ്റ് അണ്ടർ എ ലൈസൻസ് ആൻഡ് ദേ മേക്ക് റൂൾസ് ടു റെഗുലേറ്റ് ദ ഗ്രാൻഡ് ഓഫ് സച്ച് ലൈസൻസ്. ലൈസൻസ് ഇല്ലാതെ ഒരു കാരണവശാലും നമുക്ക് പോയ്സൺസ് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിൻ്റെ എല്ലാ പവറും സെൻട്രൽ ഗവൺമെൻറ് ആണ് ഉള്ളത്. ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള പവർ എന്താണെന്ന് നോക്കാം. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് ബീൻ എംപവേർഡ് ടു മേക്ക് റൂൾസ് റിഗാർഡിംഗ് ദ പൊസഷൻ ആൻഡ് സെയിൽ ഓഫ് ദി പോയ്സൺ. അപ്പം ഇമ്പോർട്ട് ഓഫ് പോയ്സൺ ടു ഇന്ത്യ അതാരാണ്, അതിൻ്റെ മൊത്തം കൺട്രോൾ എവിടെയാണ്, സെൻട്രൽ ഗവൺമെൻറ്റിനാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് പൊസഷൻ കൈവശം വെക്കാൻ പറ്റുന്ന പോയ്സൺസിൻ്റെ അളവ്, ക്വാണ്ടിറ്റി, യൂസ്, സെയില് ഒക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ് വിത്തിൻ ദ റെസ്പെക്റ്റീവ് ടെറിട്ടറി. ഇനി ഇപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമുക്ക് ഓർത്തിരിക്കേണ്ടത് വർഷം ഓർത്തിരിക്കുക, 3rd September ഓർത്തിരിക്കുക. ഈ ആക്ട് വന്നപ്പോൾ ഇതിന് മുമ്പുള്ള ഏത് ആക്റ്റാണ് റീപ്ലേസ് ആയി പോയത്, പിന്നെ ഇമ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട എംപവർമെൻറ്റ് മൊത്തം മാർക്കാണ് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അതേസമയം സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിംഗ് പൊസഷൻ ആൻഡ് സെയിൽ ഓഫ് പോയ്സൺസ് എന്ത് ചെയ്തിരിക്കുന്നത്, രൂപീകരിച്ചിരിക്കുന്നത്. ഇനി ഗ്രാൻഡ് ഓഫ് ലൈസൻസ് ടു പോസസ് എനി സ്പെസിഫൈഡ് പോയ്സൺ ആൻഡ് ഫിക്സിംഗ് ദ ഫീസ് ടു ബി പെയ്ഡ് ഫോർ ദ ലൈസൻസ്. എന്തൊക്കെയാണ് പോയ്സൺ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ലൈസൻസ് കിട്ടേണ്ടത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പോയ്സൺസ് ഏതൊക്കെയാണ്, അതിന് ലൈസൻസ് കിട്ടുന്ന ഏതിനൊക്കെയാണ്, അതിന് നമ്മൾ അടയ്ക്കേണ്ട ഫീസ് എത്രയാണ്, അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തിൽ പറയുന്നത്. പിന്നെ പേഴ്സൺ ടു ഹൂം ദേ ക്യാൻ ബി സോൾഡ് ഓർ ഇറ്റ്സ് മാക്സിമം ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി സോൾഡ് ടു 1 person. കൈവശം വെക്കാൻ പറ്റുന്നതും മറ്റൊരാൾക്ക് വിൽക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് പറയുന്നുണ്ട്. സെയിൽ രജിസ്റ്റേഴ്സ് ആർ ടു ബി മെയിൻറ്റൈൻഡ് ബൈ ദ വെൻഡേഴ്സ് ഓഫ് സച്ച് പോയ്സൺ ആൻഡ് ഡീറ്റെയിൽസ് ഓൺ ലേബലിംഗ് ഓഫ് വെസൽ, ഇൻസ്പെക്ഷൻ ആൻഡ് എക്സാമിനേഷൻ ഓഫ് എനി സച്ച് പോയ്സൺ വെൻ പോസസ്ഡ് ഫോർ സെയിൽ ബൈ എ വെൻഡർ. ഇപ്പോൾ ഒരാൾ വിൽക്കുന്ന ഒരാളുടെ കൈവശം രജിസ്റ്റർ ഉണ്ടാവണം. ആ രജിസ്റ്ററിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവണം. കൂടാതെ ഇത് സൂക്ഷിച്ചു വെക്കുന്ന വെസൽസിൽ അതിൻ്റെ കൃത്യമായ ലേബലിംഗ് ഉണ്ടാവണം, ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും, കൃത്യമായിട്ടുള്ള എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ഈ ഒരു പോയ്സൺ ആക്ടിൽ ഇതെല്ലാം പറയുന്നുണ്ട്. എക്സാമിനേഷൻ എങ്ങനെ ആയിരിക്കണം, ലേബലിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം, പിന്നെ ഇത് വിൽക്കുന്ന വെൻഡേഴ്സ് പാലിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പോയ്സൺ ആക്ടിൽ പറയുന്നുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പെനാൽറ്റീസ്, ഒഫൻസുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടാവുന്ന പെനാൽറ്റീസ് എന്ന് പറയുന്നത്, എനി വൺ ഹൂ ഇമ്പോർട്ട്, പോസസ്, സെൽ എനി പോയ്സൺ എക്സെപ്റ്റ് അണ്ടർ ദി ആക്ട് ഈസ് ഇംപ്രിസ്മെന്റ് അപ് ടു 3 months ഓർ എ ഫൈൻ ഓഫ് അപ് ടു 500 rupees ഓർ ബോത്ത് ഓൺ ഫസ്റ്റ് കൺവിക്ഷൻ. ഫസ്റ്റ് കൺവിക്ഷൻ ആണെങ്കിൽ 3 മാസത്തെ ഇംപ്രിസ്മെന്റോ അല്ലെങ്കിൽ 500 രൂപ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും അനുഭവപ്പെടേണ്ടി വരും. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ട് നമ്മൾ പറഞ്ഞു ലൈസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലെ റൂൾസ് പറയുന്ന പോലെ അല്ലാത്ത രീതിയിലുള്ള ഇമ്പോർട്ടോ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്ന രീതിയിലല്ലാത്തുള്ള സെയിൽസോ പൊസഷനോ കൈവശം വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ, സെയിലോ നടത്തി കഴിഞ്ഞാൽ ഇതായിരിക്കും കിട്ടാവുന്നത് ഫസ്റ്റ് കൺവെൻഷനിൽ.
സെക്കൻഡ് കൺവെൻഷനിലാണെങ്കിൽ 6 months ഓർ ഫൈൻ അപ് ടു 1000 ഓർ ബോത്ത് ഓൺ സബ്സിക്വൻറ്റ് കൺവെൻഷൻ. ഇനി ഇഷ്യൂ ഓഫ് വാറണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. The district magistrate, the subdivisional magistrate and commissioner of police may issue a warrant for the search of any place if there is a contravention of act. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന സൂക്ഷിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആരെങ്കിലും കൈവശം വെച്ചിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സെയിൽ നടത്തുന്നതായിട്ടുള്ള വിവരം നടത്തി കഴിഞ്ഞാൽ വാറണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് ആ സ്ഥലം സീസ് ചെയ്യാനും അവിടുത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളെ അതിന് വേണ്ടിയിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള വാറണ്ട് പുറപ്പെടുവിക്കുന്ന ആരൊക്കെയാണ്? ഒന്നെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആകാം, അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആകാം, അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് പോലീസ് ആകാം. പിന്നെ റൂൾസ്, ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൾസോ മേക്ക് അഡീഷണൽ റൂൾസ് എക്സെപ്റ്റ് ഇമ്പോർട്ട്. ഇമ്പോർട്ട് എന്ന് പറയുന്ന ഏരിയ മൊത്തം സെൻട്രൽ ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടുതൽ സെയിൽസും പൊസഷനുമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഓൾ റൂൾസ് ഷുഡ് ബി പബ്ലിഷ്ഡ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. അപ്പോൾ പോയിസൺ ആക്ടിൽ എന്തൊക്കെ റൂൾസ് ആണ് നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ളത് ഒഫീഷ്യൽ ഗസറ്റിൽ എന്താണ്, പബ്ലിഷ്ഡ് ആണ്. അപ്പം ഇത്രേ ഉള്ളൂ. ജസ്റ്റ് പെനാൽറ്റീസ് ഓർത്തിരിക്കുക, വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ അതിൻ്റെ ഓതറൈസ്ഡ് ഓഫീസേഴ്സ് ആരാന്ന് ഓർത്തിരിക്കുക, പോയിസൺ ആക്ട് നിലവിൽ വന്ന വർഷം ഓർത്തിരിക്കുക, ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾ മൊത്തം സെൻട്രൽ ഗവൺമെൻറ്റിനും സെയിലും പൊസഷനും മൊത്തം ആർക്കാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ് സൂക്ഷിച്ചു വെക്കുക. റെക്കോർഡ്സിൽ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് പോയിസൺ ഒരു വെൻഡർക്ക് വിൽക്കാൻ പറ്റുന്ന എത്ര, അവരുടെ വെസലിൽ ലേബിൾ ചെയ്യേണ്ട പോയിന്റ്സുകൾ എന്തൊക്കെയാണ്, ഡേ ടു ഡേ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ ആ റെക്കോർഡ്സിൽ എന്താണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്ര ഉള്ളൂ പോയിസൺ ആക്ട്, ഒരു ചെറിയ ടോപ്പിക്കാണ്. താങ്ക് യു.